എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നുള്ള ഈ ഒരു ബില്ല് ഒഫീഷ്യലി സൈൻ ചെയ്ത് ലോ ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ ഈ ഒരു ബില്ലിന് വേണ്ടിയിട്ടാണ് റീസെന്റ് ഇപ്പോൾ നിങ്ങൾക്കറിയാം എലോൺ മസ്ക് ആണെന്നുണ്ടെങ്കിലും ട്രംപും രണ്ടുപേരും കൂടിയിട്ട് ഒരുപാട് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ ഒരു ബില്ല് പാസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ പുതിയൊരു പാർട്ടി തന്നെ തുടങ്ങും എന്നൊക്കെ എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഈ ഒരു ബില്ല് ഒഫീഷ്യലി പാസ്സാക്കിയിരിക്കുകയാണ്. സോ ഈ ഒരു ബില്ല് ഡയറക്റ്റ് ആയിട്ട് ബിറ്റ് കോയിന് അല്ലെങ്കിൽ ക്രിപ്റ്റോന് സ്റ്റോക്ക് മാർക്കറ്റിനൊന്നും ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ലോങ് ടേമിൽ ഇത് ബിറ്റ് കോയിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു ബില്ല് പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് പറയുന്നത് ഏകദേശം $5 ട്രില്യൺ ഡെറ്റ് നാഷണൽ ഡെറ്റിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കൂടും എന്നാണ് പറയപ്പെടുന്നത്. സോ ഡോളർ അല്ലെ യുഎസിന്റെ ഡെറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുന്നതും അവർക്ക് കൂടുതൽ ബോണ്ട് ഇഷ്യൂ ചെയ്യേണ്ടി വരും. സോ കൂടുതൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ പൈസ പ്രിന്റ് ചെയ്ത് ഡോളറിന് ഡീബേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. സോ ഡോളർ ഡീബേസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് മാർക്കറ്റിനെയും ബിറ്റ് കോയിനെയും പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള അസറ്റ്സിന്റെ പ്രൈസ് കൂടാൻ അത് സഹായിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ആണെന്നുണ്ടെങ്കിലും ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർട്ടീസിനെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഡോളർ വീക്ക് ആവുന്ന സമയത്ത് ഇതെല്ലാം പോസിറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ലോങ് ടേമിൽ ഗവൺമെന്റിന്റെ ഡെറ്റ് കൂടുന്ന സമയത്ത് കൂടുതൽ മണി പ്രിന്റിങ്ങിലോട്ട് പോവുകയും ഡോളർ ഡീബേസ് ചെയ്യുകയും അസറ്റ് പ്രൈസസ് കൂടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു ബില്ല് പാസ്സാക്കിയതിനു ശേഷം ഗവൺമെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ മാസം അടുത്ത വീക്ക് അതായത് ജൂലൈ 14 മുതൽക്ക് ജൂലൈ 18 വരെ ക്രിപ്റ്റോ വീക്കാണ്. അപ്പോൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പാസ് ചെയ്യാനും ഉള്ള ഒരു വീക്കായിട്ടാണ് അടുത്ത ഒരു ജൂലൈ 14 മുതൽക്ക് 18 വരെ ഉള്ള ദിവസങ്ങൾ. അപ്പോൾ അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 3 ആക്ടുകളാണ്. ആ ആക്ടുകൾ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതെങ്ങനെ ക്രിപ്റ്റോനൊക്കെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ എപ്പോഴും പറയുന്ന പോലെ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു മാസം ഗവൺമെന്റ് അപ്രൂവ് ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള 3 ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് ആണ്. ഒന്നാമത്തെ ക്ലാരിറ്റി ആക്ട്, രണ്ടാമത്തെ ആന്റി CBDC സർവൈലൻസ് ആക്ട്, മൂന്നാമത്തെ ജീനിയസ് ആക്ട്. സോ ജീനിയസ് ആക്ട് എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻസ് ആക്ട് ആണ്. അതായത് USDT USDC എന്നൊക്കെയുള്ള സ്റ്റേബിൾ കോയിൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് സ്റ്റേബിൾ കോയിൻസ് ആക്ട്, എന്താണ് ജീനിയസ് ആക്ട് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ഉള്ളത് ആന്റി CBDC ആക്ട് ആണ്. CBDC ആക്ട് എന്ന് പറയുന്നത് യുഎസിലെ ഫെഡറൽ റിസർവ് CBDC ഇഷ്യൂ ചെയ്യുന്നതിന് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ട് ആണ്. പിന്നെ ഉള്ളത് ക്ലാരിറ്റി ആക്ട് ആണ്. സോ ക്ലാരിറ്റി ആക്ട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ക്രിപ്റ്റോനെ അല്ലെങ്കിൽ ബിറ്റ് കോയിനെ ഡയറക്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന ഒരു ആക്ട് ആണ് ക്ലാരിറ്റി ആക്ട്. അപ്പോൾ എന്താണ് ക്ലാരിറ്റി ആക്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എന്താണ് ക്ലാരിറ്റി ആക്ട്? ക്ലാരിറ്റി ആക്ട് സിമ്പിൾ ആയിട്ട് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യുഎസിൽ ഇപ്പം നിലവിൽ ഉള്ള ഡിജിറ്റൽ കറൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എല്ലാം ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ക്ലാരിറ്റി ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിജിറ്റൽ കറൻസി, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇത് ഏത് കാറ്റഗറിയിൽ വരും, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന SECയുടെ അണ്ടറിൽ ഇത് വരുമോ, ഇനി അതല്ല ഗോൾഡ് സിൽവർ ഒക്കെ പോലുള്ള കമ്മോഡിറ്റികളെ റെഗുലേറ്റ് ചെയ്യുന്ന CFTCയുടെ അണ്ടറിലാണോ ഇത് വരുന്നത്, ഈ രണ്ട് അതോറിറ്റിക്കും ഇതിൽ എത്രമാത്രം റോൾ ഉണ്ട്, ഈ രണ്ട് അതോറിറ്റിക്കും വേണ്ട സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു രണ്ട് അതോറിറ്റി ഇപ്പോൾ SECയും CFTCയും ഒരുമിച്ച് കൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാരിറ്റി ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള എക്സ്ചേഞ്ചുകൾക്കുള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബ്രോക്കേഴ്സിനുള്ള ഗൈഡ് ലൈൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ യുഎസിൽ ഒരു ടോക്കൺ ഇനിയിപ്പോൾ ഇഷ്യൂ ചെയ്യുകയാണ്, ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു DeFi ഡാപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു ടോക്കൺ എവിടെ രജിസ്റ്റർ ചെയ്യണം, SECയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യണോ അതോ CFTCയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യണോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ആക്ടിൽ പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫൈനാൻസിനെ DeFiനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെച്യൂർ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം എന്നുള്ളൊരു ടേം തന്നെ ഈ ഒരു ആക്ടിൽ കോയിൻ ചെയ്യുന്നുണ്ട്. അതായത് ബിറ്റ് കോയിൻ പോലെയുള്ള ഇത്തേറിയം പോലുള്ള ഒരുപാട് മെച്യൂർ ആയിട്ടുള്ള കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻസിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും ഒരു സ്പെഷ്യൽ റെഗുലേറ്ററി ട്രീറ്റ്മെന്റും ഈ ഒരു ആക്ടിൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് ലെസ് റെഗുലേറ്ററി ഓവർസൈറ്റ് കാര്യങ്ങൾ. പക്ഷെ അതേസമയം ചെറിയ പ്രൊജക്റ്റുകൾ, ഇപ്പോൾ ചെറിയ ടോക്കണുകൾ, ലോ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള അതേപോലെ തന്നെ ലെസ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടോക്കണുകളെ വേർതിരിച്ചുകൊണ്ട് അത് കംപ്ലീറ്റ്ലി SECയുടെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട്
കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻ ഇതിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആക്ടിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ക്രിപ്റ്റോ കറൻസികളും സെക്യൂരിറ്റീസ് അല്ല, എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഡിജിറ്റൽ കമ്മോഡിറ്റികളും അല്ല. അപ്പൊ എന്താണ് ഡിജിറ്റൽ കമ്മോഡിറ്റി, ഏതാണ് CFTCയുടെ അണ്ടറിൽ വരുന്നത്, ഏതാണ് സെക്യൂരിറ്റീസ്, ഏതൊക്കെയാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ SECയുടെ അണ്ടറിൽ വരുന്നത്, അത് കാറ്റഗറൈസ് ചെയ്യാനുള്ള, സെപ്പറേറ്റ് ചെയ്യാനുള്ള റൂൾസ് കാര്യങ്ങൾ ഒക്കെ ഈ ഒരു ആക്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള SEC പറഞ്ഞിരുന്ന കാര്യം എന്താണ്, അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുണ്ടായിരുന്ന SECയുടെ ചെയർമാൻ ഗാരി ഗെൻസിലർ പറയുന്നുണ്ടായിരുന്നത് ബിറ്റ്കോയിൻ അല്ലാത്ത ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസികളും സെക്യൂരിറ്റീസ് ആണ്, അത് കാരണം കൊണ്ട് തന്നെ SEC ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു. കാരണം അന്നത്തെ ഗവൺമെന്റിന്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം എന്തൊക്കെയാണ് സെക്യൂരിറ്റീസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഹോവേ ടെസ്റ്റ് ആണ്. അപ്പോൾ ഹോവേ ടെസ്റ്റ് പാസ്സാവുന്ന എല്ലാ സംഗതികളും SECയുടെ അണ്ടറിൽ സെക്യൂരിറ്റീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ഒരു 4 കണ്ടീഷൻ മീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ സെക്യൂരിറ്റീസ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഗവൺമെന്റ് പറയുന്നത് അത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്, നിയമമാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി അയവ് വരുത്തിയിട്ട് ബിറ്റ്കോയിൻ മാത്രമല്ല കുറച്ചും കൂടി ക്രിപ്റ്റോ കറൻസികൾ, കുറച്ചും കൂടി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ കറൻസികളും ബിറ്റ്കോയിനെ പോലെ തന്നെ ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് CFTCയുടെ അണ്ടറിൽ കൊണ്ടുവരണം. അതേസമയം ഡീസെൻട്രലൈസ്ഡ് അല്ലാത്ത ഒരു സെക്യൂരിറ്റി കാറ്റഗറീസിൽ വരുന്ന ടോക്കണുകൾ SECയുടെ അണ്ടറിൽ റെഗുലേറ്റ് ചെയ്യണം. അതിന് വേണ്ട ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന് കാറ്റഗറൈസ് ചെയ്യാനുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസികളെയും 2 മേജർ ഗ്രൂപ്പ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് ഈ ഒരു ലോയിൽ. സോ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ്, SEC റെഗുലേറ്റ് ചെയ്യുന്ന എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഒരു സെക്യൂരിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സെക്യൂരിറ്റി ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി ഇപ്പോഴും ഒരു സെൻട്രൽ ടീമിന്റെ കൺട്രോളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ടോക്കൺ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു സെക്യൂരിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് SECയുടെ അണ്ടറിലാണ് വരുന്നത്. അതിനെല്ലാം ഒരു ഇൻവെസ്റ്റ്മെന്റ് കോൺട്രാക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുതിയ ടോക്കൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് അതൊരു സെക്യൂരിറ്റി ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ പ്രീ സെയിൽ ആണെന്നുണ്ടെങ്കിലും ടോക്കൺ ലോഞ്ച് കാര്യങ്ങൾ എല്ലാം ഈ ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും ഒരു ടോക്കൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് SECയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണോ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിന്റെ ടീം, ഫൗണ്ടേഴ്സ്, ആരൊക്കെ എത്രയൊക്കെ ടോക്കണുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ SEC ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം ഈ ഒരു ടോക്കൺ ലോഞ്ച് ചെയ്യുന്ന ആളുകൾ. അതേപോലെ തന്നെ ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഫൗണ്ടേഴ്സിന് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണോ ക്രിപ്റ്റോ കറൻസികൾ ഇഷ്ടം, ഒരു ആളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ടോക്കൺ ഈസി ആയിട്ട് റീറ്റെയിലേഴ്സിന്റെ മീതെ ഡംപ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇനി SEC റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പറ്റില്ല. അപ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ഡിസ്ക്ലോഷറും 6 മാസം കൂടുമ്പോൾ SEC ആയിട്ട് ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ SECയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടോക്കൺ കാര്യങ്ങളൊന്നും വേറെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലൊന്നും ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു ടോക്കൺ ലോഞ്ച് ചെയ്തിട്ട് ഏതെങ്കിലും കുറേ ഡെക്സിലെല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് പിന്നെ SEC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. SEC ആയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു സെക്യൂരിറ്റി ആയിട്ട് ക്വാളിഫൈ ആകുന്ന എല്ലാ ഡിജിറ്റൽ കറൻസികളും SECയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേഷനും കാര്യങ്ങളും എല്ലാം അപ്ലിക്കബിൾ ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് എങ്ങനെയാണോ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് അതേപോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു SECയുടെ ഓവർസൈറ്റും റെഗുലേഷനും ഈ ഒരു ടോക്കണിന്റെ മീതെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ടുള്ള കാറ്റഗറിയാണ് ഡിജിറ്റൽ കമ്മോഡിറ്റീസ്. ഡിജിറ്റൽ കമ്മോഡിറ്റീസ് എല്ലാം CFTCയുടെ അണ്ടറിലാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു CFTCയുടെ അണ്ടറിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഡിജിറ്റൽ കമ്മോഡിറ്റീസ് ആയിട്ട് ക്വാളിഫൈ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ടിൽ പ്രത്യേകം പറയുന്ന ഒരു വാക്കാണ് മെച്യൂർ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം. അതായത് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ്റെ കോയിന് ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് ക്വാളിഫൈ ആവണം എന്നുണ്ടെങ്കിൽ അതൊരു മെച്യൂർ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആവണം എന്ന് പറയുന്നുണ്ട്. സോ മെച്യൂർ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടീമോ കാര്യങ്ങളോ കൺട്രോൾ ചെയ്യാത്ത, ഇപ്പോൾ ബിറ്റ്കോയിൻ പോലുള്ള ഏതെങ്കിലും ഒരു സെൻട്രൽ അതോറിറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ബ്ലോക്ക് ചെയിൻ കോയിൻ ആയിരിക്കണം ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് ക്വാളിഫൈ ആവുക. അപ്പോൾ ഉദാഹരണത്തിന് ഗോൾഡ് കാര്യങ്ങൾ എല്ലാം ആരും തന്നെ കൺട്രോൾ ചെയ്യാത്ത ഏതെങ്കിലും ഒരു സെൻട്രൽ അതോറിറ്റിയുടെ അണ്ടറിൽ അല്ലാത്ത ഒരു സാധനമാണ് ഗോൾഡ്, അല്ലെ? അപ്പോൾ അത് മാത്രമല്ല അതിന്റെ പ്രൈസ് കാര്യങ്ങൾ
കംപ്ലീറ്റ്ലി യൂസർ ഡിമാൻഡിൻ്റെയും അതിൻ്റെ യൂട്ടിലിറ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സെൻട്രൽ മാനേജ്മെൻറ്റ് അതിൻ്റെ പ്രൈസിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ചെയിൻസ് കോയിനൊക്കെയാണ് ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നതും CFTCയുടെ അണ്ടറിൽ വരുന്നതും. സോ ഈ ഒരു ആക്ടിൽ പ്രത്യേകമായിട്ട് ഈ ഒരു ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോയിനുകളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിന് ഈ ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് ക്വാളിഫൈ ആവാനുള്ള മെച്യൂർ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആയിട്ട് ക്വാളിഫൈ ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന കോയിനുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി എക്സാമ്പിൾസ് ഇപ്പോൾ ബിറ്റ് കോയിൻ, ഇത്തേറിയം, ലൈറ്റ് കോയിൻ, ഡോജ് കോയിൻ ഇത്തരത്തിലുള്ള മെയിൻലി പ്രൂഫ് ഓഫ് വർക്കിൽ വർക്ക് ചെയ്യുന്ന കോയിനുകളെല്ലാം ഈ ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള ടോക്കണുകൾ കോയിനുകളെല്ലാം CFTCയുടെ അണ്ടറിലായിരിക്കും വരിക. ഇത്തരത്തിലുള്ള കോയിനുകളൊന്നും SECയുടെ രജിസ്ട്രേഷൻ്റെ ആവശ്യം ഒന്നുമില്ല. അതേപോലെ തന്നെ സ്പോട്ട് എക്സ്ചേഞ്ചിൽ കാര്യങ്ങളെല്ലാം ട്രേഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു മെച്യൂർ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം, അതായത് മെച്യൂർ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ അത് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. ആ ഒരു ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഒന്നാമതായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസികൾ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആയിട്ട് ഒരു മെച്യൂർ ബ്ലോക്ക് ചെയിൻ്റെ കോയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം, ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം അതിൻ്റെ കംപ്ലീറ്റ്ലി യൂസേജിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ ഏതെങ്കിലും ഒരു ഫൗണ്ടറിൻ്റെയോ പ്രോമിസോ കാര്യങ്ങളോ ബേസ് ചെയ്തിട്ടായിരിക്കരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. അതേപോലെ തന്നെ അത് ഫുള്ളി ഫങ്ഷണൽ ആയിരിക്കണം. അതിൽ നടക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് അത് ഫുള്ളി ഫങ്ഷണൽ ആയിരിക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ കോഡ് കാര്യങ്ങളെല്ലാം ഓപ്പൺ സോഴ്സ് ആയിരിക്കണം, പബ്ലിക്ലി ഓഡിറ്റബിൾ ആയിരിക്കണം, വിസിബിൾ ആയിരിക്കണം, ഫുള്ളി പെർമിഷൻലെസ് ആയിരിക്കണം. നമുക്ക് അതിലോട്ടുള്ള ആക്സസ് ഇപ്പോൾ നമുക്കിപ്പോൾ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ ഇപ്പോൾ നമുക്കൊരു നോഡ് റൺ ചെയ്യണം, ഒരു മൈനർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും പെർമിഷൻ വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഫുള്ളി ഓപ്പൺ സോഴ്സ് ആയിരിക്കണം, പെർമിഷൻലെസ് ആയിരിക്കണം. ആർക്കെങ്കിലും അതിലോട്ടുള്ള ഒരു ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു നെറ്റ്വർക്ക് ഫുള്ളി ഒരു പ്രോഗ്രാമാറ്റിക് റൂൾസിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം മാനുവൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന ഒരു സംഭവമായിരിക്കണം. അതേപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് ആയിരിക്കണം. അപ്പോൾ അതിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവേണൻസ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ മെജോറിറ്റി വോട്ടിംഗ് പവറോ അതിൻ്റെ കോയിൻ ഹോൾഡിങ്സോ കാര്യങ്ങളോ ഒന്നും മെജോറിറ്റി 20% കൂടുതൽ ആവാൻ പാടില്ല. 20% കൂടുതൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് ഓണർഷിപ്പാണ്. അപ്പോൾ അതിൽ ആ ഒരു ബ്ലോക്ക് ചെയിനിൽ അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള കോയിനുകൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇതിൽ അവസാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ജനുവരി 1 തീയതി 2020 മുന്നേ 50% ഓഫ് ദ ടോക്കൺ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡേഴ്സ് ആണ് ഔട്ട്സൈഡേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബ്ലോക്ക് ചെയിനുകളെല്ലാം ഈ ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ്. ഇനി ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആവണം എന്നുണ്ടെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആവണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി അതൊരു സെക്യൂരിറ്റി ആയിട്ട് തുടങ്ങിയിട്ട് വീണ്ടും അത് പിന്നെ ഭാവിയിൽ അതൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആയിട്ട് മാറുകയും CFTCയുടെ അണ്ടറിൽ ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനും പറ്റും. ഉദാഹരണത്തിന് നമുക്ക് നാളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി US നമുക്ക് ലോഞ്ച് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ അത് ഒരു സെക്യൂരിറ്റി ആയിരിക്കും, SECയുടെ അണ്ടറിലായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ SECയുടെ കാര്യങ്ങളായിരിക്കും മീറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് 6 മാസം കൂടുമ്പോൾ നമ്മൾ ഒരുപാട് ഡിസ്ക്ലോഷർ ആരൊക്കെ എത്രയൊക്കെ ഓൺ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫയൽ ചെയ്യേണ്ടത് വരും. എന്നിട്ട് അതിനുശേഷം ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഒരു കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആയി മാറുകയാണ് എന്നുണ്ടെങ്കിലും SECയുടെ അണ്ടറിൽ ഇത് ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് റിവ്യൂ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അത് 60 ഡേയ്സിൻ്റെ ഉള്ളിൽ അപ്രൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അതല്ല അത് റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ SECയുടെ അണ്ടറിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അത് അപ്രൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് SECയുടെ ഓവർസൈറ്റിലായിരിക്കില്ല, പിന്നെ അത് CFTCയുടെ അണ്ടറിലായിരിക്കും അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്.
പറയുന്നത്. അപ്പോൾ ഒരു ടോക്കൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ആയിരിക്കാം, അത് SECയുടെ അണ്ടറിലായിരിക്കാം. പക്ഷേ അതിനുശേഷം ആ ഒരു ബ്ലോക്ക് ചെയിൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് CFTCയുടെ അണ്ടറിൽ ആയി മാറും. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തേറിയം പോലുള്ള ബ്ലോക്ക് ചെയിൻ ഒക്കെ ഇനീഷ്യലി ICO വരുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഗവേണൻസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീസെൻട്രലൈസ്ഡ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ കുറേ സമയം എടുത്തിട്ട് ഡീസെൻട്രലൈസ് ആവുന്ന സമയത്ത് അത് CFTCയുടെ അണ്ടറിൽ വരും. അതിൻ്റെ മുന്നേ SECയുടെ അണ്ടറിലായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാരിറ്റി ആക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു ക്ലാരിറ്റി ആക്ട് പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ക്രിപ്റ്റോ ഇൻഡസ്ട്രീനെ എങ്ങനെ ബാധിക്കും, പോസിറ്റീവായിട്ട് ബാധിക്കുമോ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബില്ല് തന്നെയാണ്. കാരണം US ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റെഗുലേഷൻ വരിക എന്ന് പറയുന്നത് അത് ഗ്ലോബലി തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും ഒരു പ്രഷറാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങളിലും ഇതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ളൊരു റെഗുലേറ്ററി ക്ലാരിറ്റി വരുമ്പോൾ അത് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള എക്സ്ചേഞ്ചുകളും ഡെവലപ്പേഴ്സും ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ക്ലാരിറ്റി ഉള്ളത് കാരണം കൊണ്ട് തന്നെ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഇപ്പോൾ SECയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റീസ് ആയിട്ട് ക്വാളിഫൈ ആവുന്ന ടോക്കണുകളിലോട്ട് എസ്പെഷ്യലി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ US കൂടുതൽ ബിസിനസ് കാര്യങ്ങളൊക്കെ, കാരണം ഇതൊരു റൂൾ ബേസ്ഡ് കംപ്ലയൻസ് മോഡൽ ആയത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ US ഒരു ക്രിപ്റ്റോ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതിൽ നെഗറ്റീവായിട്ട് ഞാൻ പേഴ്സണലി കാണുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ക്രിപ്റ്റോ കറൻസികളുണ്ട് അല്ലേ. അപ്പോൾ ഇതിലൊരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസികൾ മാത്രമായിരിക്കും ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റീസ് ആയിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് ക്വാളിഫൈ ആവുക. അതേപോലെ തന്നെ ഇപ്പോൾ മേ ബി ഒരു ടോപ്പ് 50 ടോപ്പ് 100 ഉള്ള ക്രിപ്റ്റോ കറൻസികൾ ഈ ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് ക്വാളിഫൈ ആവാത്ത ടോക്കണുകളെല്ലാം ഒരു കുറേ ടോക്കണുകളൊക്കെ മേ ബി SECയുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഭാവിയിൽ ഒരു ഡിജിറ്റൽ കമ്മോഡിറ്റി ആയിട്ട് ഒരു ക്വാളിഫൈ ആവുകയായിരിക്കും. പക്ഷേ എന്നാലും ഒരു 99% ക്രിപ്റ്റോ കറൻസികളും ലോവർ മാർക്കറ്റ് ക്യാപ്പിലുള്ള ടോക്കണുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടോക്കണുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകളെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള ഇപ്പോൾ ടോക്കണുകൾ ഇപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ടോക്കണുകൾ, ഇപ്പോൾ ചെറിയ പ്രൊജക്റ്റ് എല്ലാം ഈ ഒരു SECയുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കംപ്ലയൻസും കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത, കുറേ പ്രൊജക്റ്റുകളൊക്കെ ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടോക്കണുകളുടെ ഒക്കെ വാല്യൂ വളരെ വലിയ രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഹയർ മാർക്കറ്റ് ക്യാപ്പിലുള്ള ടോക്കണുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു ആക്ട് വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ലോവർ മാർക്കറ്റ് ക്യാപ്പിലുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികളിനെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നറിയില്ല. പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭാവിയിൽ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റെഗുലേഷൻ ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ടോക്കൺ ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ SECയായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു SECയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ കാണുന്ന, അതായത് ആയിരക്കണക്കിന് ടോക്കണുകളൊന്നും ഡെയിലി റിലീസ് ചെയ്യുന്ന, ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു പരിപാടിയെല്ലാം ഭാവിയിൽ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ് കേസ് ഉള്ള പ്രൊജക്റ്റുകൾ മാത്രം കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കൂടുതൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. അപ്പോൾ അത് ഒരു കണക്കിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.